ഇത് സുസുക്കി RMZ 450 ഫ്രണ്ട് സസ്പെൻഷനാണ്. എനിക്കത് കുറച്ച് സ്റ്റിഫ്നെസ് ഫീൽ ചെയ്തു ജസ്റ്റ് ഓടിച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതിനെ മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ മെഷർമെൻറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് ഹെവി ജമ്പൊക്കെ അടിക്കുമ്പോൾ കുറച്ച് ഇമ്പാക്റ്റ് കിട്ടുന്നൊരു സെറ്റപ്പ് ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പഴയ മെഷർമെൻറ്റിനെ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഓയിലിൻ്റെ മെഷർമെൻറ്റിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ട്. അതുപോലെ ചെറിയ സീല് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സീലിനൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. കാരണം ആ സ്റ്റിഫ്നെസ്സിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് നമ്മുടെ സസ്പെൻഷൻ RMZ 450 സസ്പെൻഷൻ. ജസ്റ്റ് ഒരു നമുക്ക് പറ്റുന്നൊരു ഫൈൻ ട്യൂണിങ്ങിലോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്ത് നോക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിൽ വന്നിട്ടുള്ള ചെറിയ വേരിയേഷൻ, ചെറിയ മാറ്റങ്ങൾ അതൊന്ന് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം.